നമസ്കാരം. നാം ഇപ്പോൾ ഉള്ളത് സഖ്യപർവ്വത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്ര സന്നിധിയിലാണ്. ഗൃഹസ്ഥാശ്രമിയായ ശാസ്ത സങ്കല്പമാണിവിടെ. വിഷചികിത്സയ്ക്കായി നിരവധി പേരാണ് എത്തുന്നത്. വിഷഹാരിയാണ് അച്ചൻകോവിൽ ശാസ്താവെന്നാണ് വിശ്വാസം. ശാസ്താവിൻ്റെ കൈക്കുമ്പുള്ള ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചാണ് ഇവിടെ സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധമായി നൽകിപ്പോരുന്നത്. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യം, പണ്ട് പുരാതനം തൊട്ട് അച്ചൻകോവിൽ ക്ഷേത്രത്തും പരിസരത്തും പാമ്പ് കടിക്കുന്ന ഒരാൾ ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിനകത്തിട്ടിരിക്കുന്ന മണിയടിക്കുകയും ചെയ്താൽ, നട തുറന്നിരിക്കുകയാണെങ്കിലും അഥവാ അടച്ചിരിക്കുകയാണെങ്കിലും രാത്രി 12 മണിക്കാണെങ്കിൽ പോലും തിരുമേനി വന്നിട്ട് നട തുറന്ന് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന തൃക്കൈ ചന്ദനവും അഭിഷേക തീർത്ഥവും കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അത് അന്നും ഇന്നും നടക്കുന്നുണ്ട്. അത് ഏത് പാതിരാത്രി ആണെങ്കിൽ തന്നെ അത് ചെയ്യും. ഇവിടെ ഞങ്ങളുടെ അറിവിൽ ഒരുപാട് പേർക്ക് ഒരിക്കലാണെങ്കിൽ ഈ വനത്തിൽ വന്ന ഒരു ആളെ ഈറ്റയിൽ നിന്ന് വളരെ വിഷമുള്ളൊരു പാമ്പ് തലയ്ക്ക് അടിച്ചു. ആ പാമ്പ് കടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ തല എൻഡോർസൽഫാം പോലെ തല ഒരു സൈഡ് കൊണ്ട് ഒരുപാട് ബൾജ് ചെയ്തായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ പോലും ഭയപ്പെട്ടു. പക്ഷേ അയാൾ 3 ദിവസം ഇവിടെ ഇരുന്നതിന് ശേഷം പണിക്ക് പോയി. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വാവാ സുരേഷിനെ അണലി കടിച്ച് ഏറ്റവും വളരെ രീതിയിൽ മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഇവിടുന്ന് തീർത്ഥവും ചന്ദനവും കൊടുത്തു വിട്ട് അദ്ദേഹം അതിനുശേഷം ഇവിടെ വന്ന് കേരളാകൗമുദിക്ക് വേണ്ടി അച്ചൻകോവിൽ ക്ഷേത്രത്തിനെക്കുറിച്ച് എടുത്തപ്പം എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി. അദ്ദേഹവും വളരെ ഇതായിട്ട് പറഞ്ഞു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ്, ഇത് രണ്ടും കഴിച്ചപ്പം വളരെ വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞു. അത് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാനാ മതജസ്ഥരും അത് ചെയ്യുന്നുണ്ട്. ഇന്നും നടക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു അനുഭവം ഇന്നിവിടെ എല്ലാവർക്കും ഉണ്ട്. ഇംഗ്ലീഷ് മരുന്നൊന്നും ഉപയോഗിക്കത്തില്ല. ഇല്ല. ഈ ഭഗവാന്റെ തീർത്ഥക്കണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി അടുത്ത് വെച്ച് കൊടുക്കും. 5 പൂജയ്ക്കും ആദ്യം ഏത് VIP നിന്നാലും 5 പൂജാ സമയങ്ങളിലും ഈ പാമ്പ് കടിക്കുന്ന ആൾക്കാർക്ക് മുൻഗണന. അദ്ദേഹം ചെന്ന് ശംഖ് തീർത്ഥവും ഈ അഭിഷേകർത്ഥം വെച്ചിരിക്കുന്നൊരു വലിയ ശംഖിനകത്താണ്, വെള്ളിയിട്ട് ശംഖിനകത്ത് അതും കയ്യിലിരിക്കുന്ന തൃക്കൈ ചന്ദനവും കൊടുക്കും. അത് ഇദ്ദേഹത്തിനാണ് ആദ്യം കൊടുക്കുന്നത്. അത് ഇന്നും നടക്കുന്നുണ്ട്. വന്യമൃഗങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളും ഈ നാട്ടിലുണ്ടെങ്കിലും ആനയോ കടുവയോ പുലിയോ ഒന്നും മറ്റ് ശല്യങ്ങളില്ല. എല്ലാം ഈ നമ്മുടെ മറ്റ് സ്ഥലങ്ങളെക്കാളും ഉണ്ടെങ്കിലും അതെല്ലാം മനുഷ്യരുമായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിലുള്ളതാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ല. അത് ഈ കൃഷി മറ്റു കാര്യങ്ങളും നശിപ്പിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ ജീവഹാനി വരുന്ന മറ്റ് ശല്യങ്ങളൊന്നും ഇവിടെ ഇതുവരെയായിട്ട് വിശ്വാസികളെ ഉപദ്രവിക്കുന്ന ഒരു സംഭവമേ ഇല്ല. ആനയെ കാണുവാണെങ്കിലും കടുവയെ കാണുവാണെങ്കിലും ശരണം വിളിക്കുക, അത് മാറി നിന്ന് തരും. നമ്മൾ വളർത്തുന്ന ആനയെക്കാളും വളരെ ഇതായിട്ട് സഹകരിക്കുന്നുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. പത്തനാപുരം അലിമുക്കിൽ നിന്നും വനത്തിലൂടെ യാത്ര ചെയ്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ഇവിടെ എത്താം.